വീൽ ചെയർ എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് safhorskl47. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ സേഫ് ആയിട്ടിരിക്കാം അല്ലേ ചേട്ടാ? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളടുത്ത് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ചേട്ടൻ എന്ത് പറ്റിയതാണ്, ചേട്ടൻ ജനിച്ചപ്പോൾ മുതൽ ഉള്ള കുഴപ്പമാണോ വീൽ ചെയറിലായത്, അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്നേക്കാൾ നന്നായിട്ട് പറയാൻ എന്തായാലും ചേട്ടനെ കൊണ്ടായിരിക്കും പറ്റുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം എന്താ പറ്റിയതെന്ന് അല്ലേ? അപ്പോൾ ഞാൻ പറയാം. ഞാൻ എങ്ങനെയാണ് വീൽ ചെയറിലായതെന്ന് കുറച്ച് പേര് ഇങ്ങനെ നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആക്സിഡൻറ്റിലാണ് ഞാൻ വീൽ ചെയറിലായത്. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സജിത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ തന്നെ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൂട്ടിന് ആരുമില്ല, ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ പോകാനായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കൂട്ടുപോയതാണ്. അങ്ങനെ കൂട്ടുപോയി ഞങ്ങൾ ചാലക്കുടി എത്തിയപ്പോൾ അവിടെ ചാലക്കുടിയിലുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു അവനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതാണല്ലോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ചാലക്കുടിയിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ പറഞ്ഞു നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ പോയാൽ മതി, നിങ്ങൾ നൈറ്റ് ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉറക്കം നിന്നുപോയി. ഞങ്ങൾ ഉറങ്ങിയില്ല. ഞങ്ങൾ 3 പേരും കൂടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന് അധികം നേരം ഉറങ്ങിയില്ല. 1.5 മണിക്കൂറേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉറങ്ങാതെ നിന്നതിൻ്റെ ചെറിയൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് യാത്ര പോയതാണ്. അങ്ങനെ അവിടെയുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, ചാലക്കുടിയിലുള്ള ഫ്രണ്ടിൻ്റെ അനിയൻ കോയമ്പത്തൂർ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെ കണ്ട് അവന് കുറച്ച് പൈസ കൊടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് യാത്രയായതാണ്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കം വന്നു. മറ്റേ അവന് ഉറക്കം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വണ്ടി കിടന്നുറങ്ങി. അവൻ ഡ്രൈവ് ചെയ്യായിരുന്നു. അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ സേലം എത്താറായപ്പോൾ വണ്ടി കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്ത് ഞാൻ ആക്സിഡൻ്റ് ആയി സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നാണ് പറയണത്. പക്ഷേ എനിക്കിപ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എതിരെ ഒരു ലോറി വന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പയ്യൻ ഡ്രൈവ് ചെയ്തിരുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണല്ലോ. അപ്പം അവൻ ഉറങ്ങിപ്പോയതാണ്. ഉറങ്ങിപ്പോയപ്പോൾ ജസ്റ്റ് വണ്ടി വെട്ടി, കുറച്ച് സ്പീഡും കൂടുതലായിരുന്നു. അങ്ങനെ അത് വലിയൊരു മരത്തിൻ്റെ അടിയിൽ ചെന്ന് ഇടിച്ച്, അവിടെ ചെറിയൊരു ഹമ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചെന്ന് ഇടിച്ചിട്ട് വണ്ടി മുകളിലേക്ക് പോയി 2-3 കറക്കമൊക്കെ കറങ്ങി താഴെ വീണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ സജിത്ത് എന്ന് പറഞ്ഞാൽ, അവൻ ബാക്കിൽ കിടന്നുറങ്ങണ്, ഞാൻ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ കിടന്നുറങ്ങായിരുന്നു. രണ്ടുപേരും ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഡോറ് തുറന്ന് പുറത്ത് പോയി. അങ്ങനെ ഡോറ് തുറന്ന് പെട്ടെന്ന് ആക്സിഡൻറ്റിൽ പുറത്ത് തെറിച്ച് വീണിട്ട് കല്ല് തലയുടെ ബാക്കിലടിച്ചു. അപ്പം മറ്റേ C2 C3 ആ ലെവലിൽ തന്നെ ബാക്കിലടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെ വെച്ച് തന്നെ അവൻ മരിച്ചു. എനിക്കാണെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി, വണ്ടി ഒന്ന് 2-3 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ടായിരുന്നു. മുകളിലേക്ക് പൊന്തി കറങ്ങിയാണ് താഴെ വീണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണപ്പോൾ എനിക്ക് സ്പൈനൽ കോഡിന് ഇഞ്ചറി ആയിരുന്നു. പുറത്തും ഒരു മുറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണല്ലോ, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നുമില്ല. എന്നെ അപ്പോൾ ഒരു ബസ്സിലൊക്കെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഈ നട്ടലിന് പരിക്ക് പറ്റി കഴിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിലല്ല ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വീൽ ചെയറിലാവില്ലായിരുന്നു. ഹാൻഡ്ലിങ് നല്ല വൃത്തിക്ക് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീൽ ചെയറിലാവാതെ തന്നെ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിനുള്ള അറിവ് നമ്മുടെ ഇപ്പോൾ ഉള്ള
ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ഒന്നും ഇപ്പോഴും അറിയില്ല. അങ്ങനെ എന്നെ പൊക്കി ബസ്സിൽ ഇരുത്തിയൊക്കെയാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇഞ്ചുറി ഉണ്ടല്ലോ, നട്ടലിൻ്റെ ഇഞ്ചുറി കൂടി അങ്ങനെ നമ്മൾക്ക് നല്ല പരിക്ക് പറ്റി. ഞാൻ ഹോസ്പിറ്റലായി. അപ്പോൾ എൻ്റെ പുറത്തൊരു മുറിവില്ല. പിന്നെ റിബ്സ് ഉണ്ടല്ലോ, ഈ വാരിയൽ ഒരു 4 അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം ഒരു 3 മാസത്തോളം ഞാൻ വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 6 മാസത്തോളം അവിടെ സേലത്തായിരുന്നു ആക്സിഡൻ്റ് ആയത്. അവിടെ നിന്ന് പിന്നെ ഒരു 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എന്നെ കോയമ്പത്തൂരുള്ള KMCH എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ആക്കി. അവിടെ നിന്നാണ് പിന്നെ ഈ ഓപ്പറേഷനും ബാക്കി ചെറുകിട ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഈ നമ്മളെ ഇങ്ങനെ ആയത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീൽ ചെയറിലായത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ പരമാവധി സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം. സീറ്റ് ബെൽറ്റ് അന്ന് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് നിസ്സാര പരിക്കുമ്മൽ തീർന്നു പോയേനെ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉണ്ടല്ലോ, ആ കൂട്ടുകാരൻ ഉണ്ടല്ലോ, അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. അത് കാരണം അവന് ചെറിയൊരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റ് മാത്രം വേണ്ടി വന്നുള്ളൂ. മറ്റേ പയ്യനും എൻ്റെ ഫ്രണ്ട് സജിത്ത് എന്ന് പറഞ്ഞാൽ അവനും സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്തിരുന്നില്ല. അവൻ പിന്നെ കിടന്നുറങ്ങായിരുന്നു. ഞാനും ചാരിക്കിടന്ന് തന്നെ ഉറങ്ങായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പരിക്ക് പറ്റിയത്. സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യാഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയ പരിക്ക് പറ്റിയത്. ഇങ്ങനെയാണ് ഞാൻ വീൽ ചെയറിലായത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴേ ലോങ് ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എവിടെയാണോ അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ കിടന്നുറങ്ങുക. വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങുക, അല്ലെങ്കിൽ അവിടെ അടുത്ത് എവിടെയെങ്കിലും റൂം എടുക്കുക, കിടന്നുറങ്ങുക. നല്ലോണം ഉറക്കം വരികയാണെങ്കിൽ റൂം എടുക്കാനും നിൽക്കണ്ട, കുറച്ച് നേരമെങ്കിലും നമ്മുടെ കാറിൽ തന്നെ കിടന്നുറങ്ങി പോവുക എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഞങ്ങൾ 3 പേരും വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് ഉറങ്ങി റെഡിയായിട്ട് പോവുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നതാണല്ലോ. ആക്സിഡൻറ്റ് വന്നതിപ്പോൾ അവൻ ഉറക്കം വന്നിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുന്നതെന്നല്ല. നമ്മൾ ഒന്നുകൂടെ സേഫായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറക്കം വരുമ്പോൾ നമ്മൾ പരമാവധി വണ്ടി ഓടിക്കാതിരിക്കുക. അതേപോലെ തന്നെ പരമാവധി നമ്മൾ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. ഓവർ സ്പീഡ് വണ്ടി യാത്ര ചെയ്യാതിരിക്കുക. നമ്മളിപ്പോൾ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ പോകണത് ഒരു 100 കിലോമീറ്ററോ 200 കിലോമീറ്ററോ ദൂരമായി. അപ്പം ഇത്രയും നമ്മൾ വേഗം പോയിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നേരത്തെ എത്തുന്നതിനേക്കാളും നല്ലത് സേഫായിട്ട് യാത്ര ചെയ്യണതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഇപ്പോൾ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെ ചൂഷണം ചെയ്യാൻ വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അതിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പോട്ട് എങ്ങനെയാണ് ജീവിക്കുക, അങ്ങനെയൊക്കെയുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അനുഭവത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ പലതും പറഞ്ഞ് പറ്റിക്കുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ ഒരു 2-3 വീഡിയോസിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഇപ്പം ഇങ്ങനെ ആക്സിഡൻ്റായി വീൽ ചെയറിലായി അത് നമ്മൾ ഉൾക്കൊള്ളുക. എന്നിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം പഴയ രീതിയുടെ അടുത്തോട്ടെത്താം. നമ്മൾ ആക്സിഡൻറ്റിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതിൻ്റെ എത്രത്തോളം അതേപോലെ തന്നെ, എത്രത്തോളം 100% അല്ല, നമ്മൾ പഴയ രീതിയിലെ ജീവിതം എത്രത്തോളം നമുക്ക് ഈ അവസ്ഥയിൽ കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എല്ലാവർക്കും ഇത് ചിലപ്പോൾ ഉപകാരപ്രദമാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ സ്പൈനൽ കോഡ് ഇഞ്ചറി ആയിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ ഇടുന്നതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള വീഡിയോസ് അങ്ങനെയുള്ളൊരു 3-4 വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം വീൽ ചെയറിൽ നിന്ന് ബെഡിലോട്ട് എങ്ങനെ കയറണം, ഞാനൊക്കെ കുറേ അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നതാണ്. വീൽ ചെയറിൽ നിന്ന് ബെഡിലേക്ക് എങ്ങനെ കയറാൻ പറ്റും, അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് ഇപ്പം പാൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പണ്ട് ഈ നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 2001 ഓഗസ്റ്റിലാണ് എനിക്ക് ആക്സിഡൻ്റ് ആയത്. ആ കാലഘട്ടത്തിലൊക്കെ ഈ ഇൻ്റർനെറ്റോ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ചൂഷണങ്ങൾ കൂടുതലായിരുന്നു. ഇങ്ങനെ ഇപ്പം ആക്സിഡൻ്റ് ആയ ആൾക്കാരുടെയും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരോടുള്ള ചൂഷണങ്ങൾ കൂടുതലായിരുന്നു. പല രീതിയിലും നമ്മളെ പറ്റിക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ആൾക്കാർക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി 2-3 വീഡിയോ അടുത്തത് ചെയ്യാൻ പോണത്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.